ശ്രീ നാരായണ നമ്പൂതിരി, ഇവിടെ ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന മാപ്പുസാക്ഷിയുടെ വാക്കാണ്. അതിനപ്പുറം ഒന്നുമില്ല അരവിന്ദ് കെജ്രിവാളിനെതിരെ. കാര്യം മനീഷ് സിസോദിയുടെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സുപ്രീം കോടതി ജാമ്യ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ചോദിച്ചതാണ്, ഇതെവിടെയാണ്, ഇതിലെ തെളിവ് എവിടെയാണ്, ഇവിടെ മണി ട്രയൽ എവിടെയാണ്? ഒന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ശ്രീ നാരായണ നമ്പൂതിരി, സിസോദിക്ക് എതിരെയില്ലാത്ത തെളിവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇല്ല. ഈ മാപ്പുസാക്ഷി BJPക്ക് ഇയാൾ പ്രതിയായതിന് 5-ാം നാൾ 5 കോടി കൊടുക്കുകയും മാപ്പുസാക്ഷി ആയതിൻ്റെ കുറച്ച് മാസങ്ങൾക്കിപ്പുറം 25 കോടി പിന്നെയും കൊടുക്കുകയും ചെയ്തു. കള്ളപ്പണം BJPയുടെ അക്കൗണ്ടിലാണ് എന്ന് മനീഷ് സിസോദിയ അല്ലെങ്കിൽ എന്ന ആം ആദ്മി പാർട്ടി പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ട് വെച്ച് വിശദീകരിക്കുന്നതിനെ BJP എങ്ങനെ പ്രതിരോധിക്കും? ശ്രീ നാരായണ നമ്പൂതിരി. ഹഷ്മിയുടെ ആദ്യത്തെ ഇൻട്രോ സൂപ്പറാണ് കേട്ടോ, നല്ല വാചക കസർത്ത്. താങ്ക് യു കേട്ടോ. പക്ഷേ ഒരു ദുരന്തമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിന് അങ്ങയുടെ വാചകമൊക്കെ ഗംഭീരമാവുന്നുണ്ട്. പക്ഷേ ഈ ആളുകളെ ഇങ്ങനെ ത്രസിപ്പിച്ച് നിർത്താനൊക്കെ കൊള്ളാമായിരിക്കും. പക്ഷെ അതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഒരു മണി ലോണ്ടറിങ് കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളെ എന്താ പറയുക വാഴ്ത്തിപ്പാടുകയാണ്. അത് BJP മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി കൊടുക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റി പരാതി കൊടുക്കുന്നതടക്കം പരാതികളും ആരോപണങ്ങളും അന്വേഷണവും ഒക്കെ ഉണ്ടായി. ഇന്ത്യയുടെ നിയമ സംവിധാനത്തിൽ 9 വട്ടം സമൻസ് അയച്ചിട്ട് ആ സമൻസിന് കീഴ്പ്പെടാൻ അല്ലെങ്കിൽ സമൻസിനനുസരിച്ച് മൊഴി കൊടുക്കാൻ തയ്യാറാകാതെ ഞാൻ ഇതിനുമൊക്കെ അപ്പുറം മുകളിലുള്ള ആളാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളിനെയാണ് താങ്കൾ വാഴ്ത്തുന്നത്. കുഴപ്പമില്ല, അതൊക്കെ വാഴ്ത്താൻ അങ്ങയുടെ അവകാശമുണ്ട്. അങ്ങക്ക് രാജകുമാരനാക്കാം, ദൈവമാക്കാം, എന്തുമാക്കാം അങ്ങക്ക്, അതൊക്കെ അങ്ങയുടെ അവകാശം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 9 വട്ടം സമൻസ് അയച്ചതാണ്. ആ സമൻസിന് ഒരു മറുപടി കൊടുക്കാൻ അതിന് എന്താ പറയണ്ടേ, അതിന് ചോദ്യം ചെയ്യാൻ തയ്യാറാകാൻ ഒന്നും തയ്യാറാകാതെ കോടതിയിൽ പോയി. എന്നെ സമൻസ് അയച്ചതിനെതിരെ കോടതി സമൻസിനനുസരിച്ച് തെളിവ് കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ പറഞ്ഞു. എന്നെ അറസ്റ്റിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. കോടതി അതും നിഷേധിച്ചു. ഇപ്പോ സുപ്രീം കോടതിയിൽ അറസ്റ്റിനെതിരെ പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ പിൻവലിച്ചു. ഹാഷ്മി പറഞ്ഞതൊക്കെ സുപ്രീം കോടതി അങ്ങനെ ചോദിച്ചോ ഇങ്ങനെ ചോദിച്ചോ. ഈ കഴിഞ്ഞ നാളിലും മനീഷ് സിസോദിയുടെ ജാമ്യം സുപ്രീം കോടതി അടക്കം തള്ളിയതാണ്. അല്ലാതെ എന്തുകൊണ്ടാണ് ഈ നിയമത്തിന്റെ ഒരു പ്രഹരശേഷി നമുക്കറിയാം. ഈ നിയമത്തിന്റെ ഒരു പ്രഹരശേഷി നമുക്കറിയാം. കാലാകാലങ്ങളിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലിടാൻ തക്ക പരുവമുള്ള ഈ നിയമം ഒരു തവണ എടുത്ത് കളഞ്ഞതാണ്. പിന്നീട് വിജ്ഞാപനത്തിൽ കൂടി ഈ കേന്ദ്രം അതിലേക്ക് വീണ്ടും ആഡ് ചെയ്തതാണ്. ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ജാമ്യം. നാരായണപുരി, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഈ പറയുന്ന പറഞ്ഞാൽ കേൾക്കാത്ത അരവിന്ദ് കെജ്രിവാളിനെ പാഠം പഠിപ്പിക്കണം, സംശയമില്ല. എന്റെ ചോദ്യം, ഈ പറയുന്ന മാപ്പുസാക്ഷിയുടെ വാക്കുകൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ളതെങ്കിൽ, ഈ മാപ്പുസാക്ഷി BJPക്ക് പണം കൊടുത്ത ആളാണെങ്കിൽ എങ്ങനെ വിശദീകരിക്കും BJP? സ്നേഹിത ഹഷ്മി, ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ചാനലിൽ ഒരു വാർത്ത വന്നായിരുന്നു. ED ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ചാരപ്രവർത്തനം നടത്തിയെന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതി റെയ്ഡ് ചെയ്തപ്പോൾ ഈ 2 ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായുള്ള അവരെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവർ സ്പൈ വർക്കിന് അവർ വിധേയരായി, ED ഉദ്യോഗസ്ഥന്മാരെ പോലും എന്നുള്ള ഗുരുതരമായ ആരോപണം പോലുമാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജാമ്യം കേട്ട കോടതി രാവിലെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു. ഉച്ച കഴിഞ്ഞ് 3 മണിക്കൂർ വാദം കേട്ട് കഴിഞ്ഞപ്പോൾ തെളിവിനെ കുറിച്ച് കോടതിക്ക് തർക്കം ഉണ്ടായില്ലല്ലോ. നാരായണ നമ്പൂതിരി, നമ്മുടെ മുന്നിൽ പൊതുസമക്ഷത്തിലുള്ള അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുക്കാൻ ആവശ്യമായ രേഖകളിലൊക്കെ ഉള്ളത് ഈ പറയുന്ന അരവിന്ദോ ഫാർമയുടെയും ശരത്ചന്ദ്ര റെഡ്ഡിയുടെയും മൊഴി മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ. എന്റെ ചോദ്യം, ആദ്യം ഇയാളെ പ്രതിപ്പട്ടികയിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോഴൊന്നും ഇയാൾ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടേ ഇല്ല. പിന്നീട് ഇയാൾ 5 കോടി ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ BJPക്ക് കൊടുക്കുന്നു. ഇയാൾ പ്രതിപ്പട്ടികയിൽ നിറങ്ങുന്നു, മാപ്പുസാക്ഷിയാകുന്നു. പെട്ടെന്ന് പൊട്ടി വീഴുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പേര്. തൊട്ടു പിന്നാലെ വീണ്ടും BJPക്ക് ബോണ്ട് വഴി പണം കൊടുക്കുന്നു. ഇതിനെ എങ്ങനെ BJP വിശദീകരിക്കുന്നതാണ് ചോദ്യം. അല്ലല്ല പറയാം. നവംബർ മാസത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് പൈസ കൊടുത്തു. ആ പൈസ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുത്തത് എങ്കിൽ 7 മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിലാണ് ജാമ്യം ലഭിക്കുന്നത്. 7 മാസം 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കൊടുത്തതിന്റെ പേരിലാണ് ജാമ്യമെന്നാണ് ഹാഷ്മി പറയുന്നതെങ്കിൽ, ആം ആദ്മി പറയുന്നതെങ്കിൽ, പിന്നെ എന്തിനാ ഒരു 7 മാസം കൂടെ ജയിലിലിടുന്നത്? പുറത്തിറക്കാമല്ലോ.
ഇത് ജൂണിലാണ് ജാമ്യം അപ്പൊ കൊടുക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരുത്തന്റെ പണം BJP-യുടെ കയ്യിലുണ്ട്. 15 ദിവസം മാപ്പുസാക്ഷിയായതിനു ശേഷം പിന്നെയും ഒഴുകി BJP-യിലേക്ക് കോടികൾ. എന്നിട്ട് ഈ ശരത്ചന്ദ്ര റെഡ്ഡി സ്വമേധയാ അരുൺ കെജ്രിവാളിന്റെ പേര് പറഞ്ഞു എന്ന് വിശ്വസിക്കണം എല്ലാവരും, അല്ലേ നമ്പൂതിരി സാറേ? ഹഷ്മി ഞാനൊന്ന് ഒന്നെങ്കിൽ എന്നെ പറയാൻ കേട്ടിട്ട് നിങ്ങൾ ചോദിക്കണം. നവംബർ മാസത്തിൽ നവംബർ മാസത്തിൽ ഒരു ബോണ്ട് കൊടുക്കുന്നു. ജൂൺ മാസത്തിലാണ് ജാമ്യം കിട്ടുന്നത്. എപ്പോ? മാപ്പുസാക്ഷിയാകാൻ തയ്യാറാകുമ്പോൾ. മാപ്പുസാക്ഷിയായി ആകാൻ തയ്യാറാണെന്ന് കോടതിയിൽ എഴുതി കൊടുത്താൽ ആ ആളുകൾക്ക് ജാമ്യം കൊടുക്കാറുണ്ട്. മാപ്പുസാക്ഷിയാകാൻ തയ്യാറായ ആളുകളെ ജയിലിൽ ഇടാറില്ല. അത് കേരളത്തിൽ ഒരിടത്തുമില്ല. അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ രീതിയാണ്. ആ മാപ്പുസാക്ഷിയാകാൻ തയ്യാറാണെന്ന് എഴുതിയപ്പോ ജൂണിൽ ജാമ്യം കൊടുക്കും. അത് 7 മാസം. നിങ്ങൾ പറയുന്നത് ലോജിക് ഉണ്ടാകണമെങ്കിൽ നവംബറിൽ കൊടുത്തു, ഒരു ബോണ്ട് കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ അത് ബാങ്കിൽ ഹാജരാക്കണം. ആ ബോണ്ട് വാങ്ങുന്ന രാഷ്ട്രീയ പാർട്ടി 15 ദിവസത്തിനുള്ളിൽ അത് ബാങ്കിൽ ഹാജരാക്കി ആ ബോണ്ട് എൻകാഷ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ബോണ്ടിൽ അടച്ച തുക പ്രധാനമന്ത്രി. നമുക്ക് ബോണ്ടിലേക്ക് ചർച്ചയിലേക്ക് പിന്നെ പോകാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ ഈ പറയുന്ന ജാമ്യം കിട്ടാനെടുക്കുന്ന മാപ്പുസാക്ഷിയാകാനെടുക്കുന്ന കാലതാമസമാണ് അങ്ങയുടെ പ്രതിരോധ കവചമെങ്കിൽ എത്രത്തോളം ദുർബലമാണ് നാരായണൻ? ഞാൻ അങ്ങനെയൊക്കെ എത്തും. ശ്രീ VT ബൽറാം, ഈ മനീഷ് സിസോദിയ എന്താ ഹഷ്മി, ഞാൻ പറയുന്നതിനെ താങ്കൾക്ക് ന്യായീകരിക്കാൻ എങ്ങനെ വേണേൽ ന്യായീകരിക്കാം. 7 മാസം കഴിഞ്ഞാണ് മാപ്പുസാക്ഷിയാകാമെന്ന് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ പറയുന്നത് ഈ പറയുന്ന എന്താണ് പ്രധാന പ്രതി എന്ന് പറഞ്ഞൊക്കെ അറസ്റ്റ് ചെയ്ത ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ഒരു പാർട്ടിയാണ് വന്നിരുന്നത്. അഴിമതി വിരുദ്ധ നിർവ്വാണം നടന്നതല്ലേ? ഈ പറയുന്ന മദ്യനയ അഴിമതിയിലെ പ്രധാന പ്രതി എന്ന് ഈ റെഡ്ഡി മാത്രമല്ല, വേറെ റെഡ്ഡി ഉണ്ട്, രാഘവ റെഡ്ഡി. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ റെഡ്ഡി മാത്രമല്ല, ഇത് അറസ്റ്റ് എവിടെ തുടങ്ങുന്ന എവിടെയാണ്? അറസ്റ്റ് ഈ പറയുന്ന റെഡ്ഡിയിലും വേറെ രാഘവ റെഡ്ഡിയിലുമാണ്. ഈ റെഡ്ഡി BJP-ക്ക് പണം കൊടുത്തു. ആ റെഡ്ഡി മാപ്പുസാക്ഷിയെ പുറത്തിറങ്ങി TDP-യുടെ ടിക്കറ്റ് ലോങ് ഗോളിൽ മത്സരിക്കാൻ പോവാ. ഇപ്പോ BJPക്ക് പലരും പണം കൊടുക്കാറുണ്ട്. BJPയുടെ പണം കൊടുത്തത് ഇലക്ട്രൽ ബോണ്ട് വഴി നിയമപരമായി ബ്ലാക്ക് മണി അല്ലാതെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. ബ്ലാക്ക് മണി അല്ല, ക്യാഷായി ബാങ്ക് സ്വീകരിക്കില്ല. ശരി നാരായണ നമ്പൂതിരി, ഇനി ആ നിയമം എന്ന് പറയല്ലേ, അത് ഭരണഘടനാ വിരുദ്ധ പണമാണ്. ശരി, ഇനി ആ നിയമം ഇനി ആ നിയമം എന്ന് പറയല്ലേ? ശരി, ഇനി ആ നിയമം എന്ന് പറയല്ലേ? അന്ന് നിയമപരമായിരുന്നു, ഇപ്പോഴത്തെ ഭരണഘടനാ വിരുദ്ധ പണമാണ്. ശരി, ഇപ്പൊ അത് ഭരണഘടനാ വിരുദ്ധ പണമാണ്, അവിശുദ്ധ പണമാണ് ഇപ്പോൾ അത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ VT ബൽറാം, മനീഷ് സിസോദിയ കഴിഞ്ഞ ഒക്ടോബറിൽ കോൺഗ്രസ് കൈപ്പറ്റിയതേ അവിശുദ്ധ പണം, സംശയമില്ല. ഭരണഘടനാ വിരുദ്ധ പണമാണോ? എന്താ തർക്കം? ലഭിച്ചതും ഭരണഘടനാ വിരുദ്ധമാണോ? രാജ്യത്തൊരു നിയമം നാരായണ നമ്പൂതിരി, എന്താ തർക്കം? ഭരണഘടനാ വിരുദ്ധ പണമാണ് അത്, ഭരണഘടനാ വിരുദ്ധ പണമാണ്. അനുസരിച്ച് ഒരു നടപടി നടക്കുമ്പോൾ കോടതി ആ നിയമം തെറ്റാണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറയുന്നു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. നിയമപ്രകാരം ചെയ്ത കാര്യങ്ങൾ സുപ്രീം കോടതി പറയുന്നു, സുപ്രീം കോടതിയുടെ വാക്കുകളാണ് ലോ ഓഫ് ദ ലാൻഡ്, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ഈ ഇടപാട് അധമ ഇടപാടായിരുന്നു, അത് ഭരണഘടനാ വിരുദ്ധ ഇടപാടായിരുന്നു. ആ വാങ്ങിയ പണം അവിശുദ്ധ പണമാണ്. തർക്കം എന്താണ്? അത് തർക്കം എന്താണ്? എന്ത് ട്രാൻസാക്ഷൻ? നാരായണ നമ്പൂതിരി സാറേ, എന്തോ പറയുന്നത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഗതി അധാരി ഇടപാടാണെന്ന് സുപ്രീം കോടതി പറയലാണ്. ഒരു അധാരി ഇടപാടാണ്, അത് ഭരണഘടനാ വിരുദ്ധ പണിയാണ്. അല്ലെങ്കിൽ അതെന്താണ്? അതൊരു പ്രതിഫലമായി, അത് പ്രതിഫലം കിട്ടാൻ വേണ്ടി മുതലാളിമാർ വീശിയെറിയുന്ന പണമാണ് സുപ്രീം കോടതി പറഞ്ഞതാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി, ഞാൻ പറയുന്നത് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിനൊരു പക്ഷേ ഇല്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അല്ലല്ലേ പറയട്ടെ, പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് പണം എന്ന് പറഞ്ഞാൽ ചൈനീസ് എംബസി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംഭാവന നൽകിയത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണോ? എന്ത് പ്രതിഫലമാ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും കോൺഗ്രസും ചൈനയ്ക്ക് നൽകിയത്? എന്ത് പ്രതിഫലമാ? നിങ്ങളൊരു 2471 കോടിയിൽ ആ സംഭാവന 2471 കോടിയിൽ 1691 കോടി ഇലക്ഷൻ ബോണ്ട് വന്നത് ED റെയ്ഡുകൾക്ക് പിന്നാലെയാണ്. 1751 കോടി കൊടുത്ത് ബിസിനസ് ഗ്രൂപ്പുകൾ കിട്ടിയത് 3.7 ലക്ഷം കോടിയുടെ കരാറുകളാണ്. സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയാണ്. അല്ല, അത് ബൽറാം പറയട്ടെ. ശരി, അത് ബൽറാം പറഞ്ഞോട്ടെ.
പ്രതിഫലം പറ്റാനാണ് എങ്കിൽ ശരി, അത് ബലറാം ചൈനീസ് പറഞ്ഞോട്ടെ. സർക്കാർ അല്ലല്ല, എന്റെ ചോദ്യം നിങ്ങളോടാ, ഞാൻ ബലറാമിനോടല്ല. നിങ്ങളാണ് പറഞ്ഞത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ബലറാം പറയട്ടെ, ഞാൻ ബലറാമിനോട് പോവാം. സംഭാവന പറ്റുന്ന 1751 കോടി കൊടുത്ത ബിസിനസ് ഗ്രൂപ്പുകൾ കിട്ടിയത് 3.7 ലക്ഷത്തിന്റെ കോടിയുടെ കരാറുകളാണ്. എന്നിട്ട് അഴിമതി വിരുദ്ധത പറയും നിങ്ങൾ വന്നിരുന്നു. ഒരു നാണവും ഇല്ലാതെ ശ്രീ നാരായണ നമ്പൂതിരി. സ്നേഹിത, അത് ഞാൻ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസിന് കിട്ടിയത്, ആരും ആയിക്കോട്ടെ, തൃണമൂലിന് കിട്ടിയത്, ആം ആദ്മിക്ക് ഇതിലൊന്നും ആരും ആയിക്കോട്ടെ, അത് ഭരണഘടനാ വിരുദ്ധം കോടതി പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി. ആ നിയമം തെറ്റാണെന്ന് കോടതി പിന്നീട് പറഞ്ഞു. ആ നിയമത്തിന്റെ ശരി, അത് ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി പറഞ്ഞാൽ അത് ആര് വാങ്ങിയാലും ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു നിയമത്തിൽ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്തതാ. ശരി ശരി ശ്രീ വി ടി ബലറാം, കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ കഴിഞ്ഞ അപ്പോട്ടെ അത് വിടാം. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി, ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതും ഏതാണ്ട് ഒന്നു തന്നെയാണ്. അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധം സുപ്രീം കോടതി പറഞ്ഞാൽ അത് മുൻകാല പ്രാബല്യത്തിൽ ഭരണഘടനാ വിരുദ്ധം എന്നാണ് അർത്ഥം. അതിനപ്പുറം ഇല്ല. ശ്രീ വി ടി ബലറാം, കഴിഞ്ഞ ഒക്ടോബറിൽ മനീഷ് സിസോദിയുടെ കള്ളപ്പണം വെളുപ്പിച്ച കുറ്റം സ്ഥാപിക്കാനായിട്ടുണ്ടോ? നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ട്രാൻസാക്ഷൻ കള്ളത്തരമാകില്ല. അങ്ങ് എന്ത് യുക്തിയില്ലാവാദമാണ് പറയുന്നത്? അങ്ങ് എന്തൊരു യുക്തിയില്ലാവാദമാണ് പറയുന്നത്? അങ്ങ് എന്തൊരു യുക്തിയില്ലാവാദം പറയുകയാണ് നാരായണ ആവർത്തിച്ചാവും. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ വ്യവഹാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയലാണ്. ആ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ. അങ്ങ്. ശരി, ഞാൻ അങ്ങനെ എത്താം. സാർ, അങ്ങ് കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ. കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ നാരായണ നമ്പൂതിരി. ഞാൻ അയച്ചു തരാം അങ്ങേക്ക്. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ശരി, എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങ്. ശരി, അങ്ങയിലേക്ക് എത്താം.